എപ്പോ വീഡിയോ എടുത്താലും കറക്റ്റാ വരണം കേട്ടോ അതിന്റെ ഇടയിൽ. ആരെന്നാ ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ ഇങ്ങോട്ട് ഞാൻ താൻ അവിടെ ഉണ്ടല്ലോ. എനിക്കൊരു അപ്പൂപ്പൻ ഉണ്ടല്ലോ, ഒരു അപ്പൂപ്പൻ. സമയം കഴിഞ്ഞു 2 മണിക്കൂറായി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഞാൻ ഇനി വീഡിയോ എടുത്തോട്ടെ? മിണ്ടാണ്ടിരിക്കുവോ? മിണ്ടരുതെന്ന് പറഞ്ഞ കേട്ടോ. ഓക്കെ, ഞാൻ പറയാൻ വേണ്ടി വന്നത് പറയാം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ 2026 എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ് ഇന്ന്. എൻ്റെ ഫ്രണ്ട് ഒരു വെഡ് റെൻ്റൽ ജുവലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റെൻ്റൽ ജുവലേഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ജ്വല്ലറി ആണെന്ന് തോന്നുന്നു വെയർ ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഓഫ് ചെയ്ത ടൈമിൽ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റിനകത്ത് അവൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് റോഡിലോട്ട് പോയി നിൽക്കാം. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാം. അവൾ എത്തിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത ടൈമിൽ നിന്ന് ലേറ്റായി കേട്ടോ, നല്ല ലേറ്റായി. അപ്പോൾ എന്തായാലും നമുക്ക് ഈവനിങ് ലൈറ്റ് പോണതിന് മുന്നേ ഫോട്ടോ എടുത്ത് കഴിയുകയും വേണം. എനിവേസ്, ഇനി വന്നിട്ട് കാണാം. ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാറിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓടി വന്ന് നോക്കിയതാണ്. അപ്പം അവളും ഹസ്ബൻഡും വന്നതായിരുന്നു. പിന്നെ നമ്മൾ നേരെ വണ്ടിയൊക്കെ അവർക്ക് ഞാൻ ലൊക്കേഷൻ ഓൾറെഡി അയച്ചു കൊടുത്തായിരുന്നു. അതുകൊണ്ട് വഴി കണ്ടുപിടിക്കൊന്നും ബുദ്ധിമുട്ടി കാണത്തില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ നേരമായിട്ടൊരു കാർ ഇങ്ങനെ വളയ്ക്കുന്നതും തിരിക്കുന്ന പോലത്തെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ ഇതാരാണ്, ഇവിടെ വന്നതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിങ്ങനെ നോക്കിയപ്പോൾ അത് അവൾ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ മേക്കപ്പ് പ്രൊഡക്ട്സും പിന്നെ എൻ്റെ സാരിയൊക്കെ അവൾ ഡ്രേപ്പ് ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അതും എല്ലാം എടുത്തുകൊണ്ട് നേരെ എൻ്റെ റൂമിലോട്ട് പോകണം ഇനി റെഡി ആവാൻ വേണ്ടിയിട്ട്. റൂം എത്തിക്കഴിഞ്ഞ് റെഡി ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ അവളുടെ ജ്വല്ലറി ബോക്സ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. സത്യം പറയാൻ ചുമ്മാ പറയണില്ല, കുറേ യുണീക്ക് പീസസ്, അതായത് കുറേ ട്രെൻഡിങ് ആയിട്ടൊക്കെയുള്ള കുറേ പീസസ് ഉണ്ട് അവളുടെ കയ്യിൽ. ഞാൻ ഓൾറെഡി വെഡ് റെൻ്റൽസ് എന്ന് പറഞ്ഞുള്ളൊരു ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പ്രൊഫൈൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം അതെന്തായാലും നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പം ലൈക്ക് ജ്വല്ലറി മേടിക്കേണ്ട, റെൻ്റൽ മതി എന്നാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണേ. ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ ദാ ഹെയർ ക്രിമ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് ഹെയർ ക്രിമ്പ് ചെയ്യാണ്. കാരണം നമ്മൾ കുറേ കാലത്തിന് ശേഷം കണ്ടതായിരുന്നു, ഏകദേശം 1 വർഷത്തിന് ശേഷമൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണാം. ലെൻസൊക്കെ വെച്ചു. ചേച്ചി എങ്ങനെയുണ്ട്? ഞാൻ എല്ലാവരും അങ്ങനെ വിളിച്ചു നമുക്ക് അങ്ങ് പോയിട്ട് എടുക്കാം. ശരി, വാ. ഫിറ്റ് ചെക്ക്. അപ്പം നമ്മൾ മേക്കപ്പ് വർക്ക് കഴിഞ്ഞ് ഫുള്ളായിട്ട് റെഡി ആയിട്ട് ഇനി കോവള സമുദ്രയിലോട്ടാണ് പോണത് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്യാമറമാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകണം. Turn left onto GV Raja Road. അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ എത്തിയാട്ടെ. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ്, എന്നാലും അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ വെയിലത്ത് എടുത്താൽ ശരിയാവത്തില്ലെന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓൾറെഡി ഞാൻ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ ഫോട്ടോ എടുക്കുമെന്ന്. അപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാമെന്ന ചേട്ടൻ തന്നെ പറഞ്ഞു, എടാ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, വെയിലൊന്ന് താഴട്ടേന്ന്. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കോഫി കുടിക്കാമെന്നും പറഞ്ഞ് പോയതാണ് ഈ ഒരു കടയിൽ. അവിടെ പോയി പിന്നെ കോഫിയൊക്കെ മേടിച്ച് കുടിച്ചിട്ട്
തിരിച്ച് വന്നപ്പോഴേക്കും ഏകദേശം കറക്റ്റ് ടൈമായി. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനാണെങ്കിൽ 8:10 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇതാ പാറയിലിരുന്ന് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. തിരിച്ചെനിക്ക് എഴുന്നേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആർക്ക് പ്രശ്നം? അങ്ങനെ ഇനി എന്നെ കടലിൽ കൊണ്ട് മുക്കി എല്ലാവരും കൂടെ കൊല്ലാനുള്ള പ്ലാനിലാണ് എന്നെ ഈ വെള്ളത്തിലോട്ട് ഇറക്കിക്കൊണ്ടുപോകണം. പക്ഷെ ഞാൻ അതിനൊന്നും വഴങ്ങിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വെള്ളം നനച്ചിട്ടുള്ള ഒരു പരിപാടിക്കും എന്നെ കിട്ടത്തില്ലെന്ന്. അങ്ങനെ ഞാൻ കരയിൽ തന്നെ നിൽക്കുമായിരുന്നു. കാരണം എനിക്ക് വെള്ളം അലർജിയാണ്. പിന്നെ ഈ ഒരു സൺസെറ്റ്, ഞാനും സൺസെറ്റും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാലോ. ആ ഒരു ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡ്രീമി ഫീലിലായിരുന്നു. പിന്നെ അവരൊക്കെ അവിടെ ബോറടിച്ച്, നമ്മൾ ഷൂട്ട് എടുത്തോണ്ടിരുന്നതിന് അവരൊക്കെ അവിടെ ബോറടിച്ച് അവർ പട്ടമൊക്കെ മേടിച്ച് പറത്താൻ തുടങ്ങി. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പട്ടം പറത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാനും പോയി അതിലൊന്ന് കൈവച്ചായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് നേരെ വീണ്ടും കോഫി കുടിക്കാൻ വേണ്ടി പോയി. അവിടെ പോയി അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരുങ്ങിയതൊക്കെ ഓക്കെ, തിരിച്ചിനി പഴയ കോലത്തിലോട്ട് എത്തണ്ടേ? അപ്പം ഞാൻ അവിടെ ഇരുന്ന് തന്നെ ആദ്യം കമ്മലൂരി. കാരണം എനിക്ക് ചെവി നന്നായിട്ട് വേദന എടുക്കാമായിരുന്നു. ഇപ്പം ഞാൻ പറയാണ്, കമ്മലില്ലെങ്കിലും കൊള്ളാമല്ലേ എന്നൊക്കെ. ശരിയാണ്, എന്ത് ചെയ്യാൻ. പിന്നെ ഞാൻ വീണ്ടും ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കാറിൽ കയറിയപ്പോഴത്തേക്കും തന്നെ കുറേയൊക്കെ അഴിച്ച് പറക്കാൻ തുടങ്ങി. അതാണ് ഈ ഒരു കോലത്തിൽ ഞാൻ വീട്ടിലോട്ട് എത്തിയത്. പിന്നെ വീടെത്തിക്കഴിഞ്ഞ് കംപ്ലീറ്റ്ലി എല്ലാം നമ്മൾ അഴിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പണിയുണ്ടല്ലോ. അങ്ങനെ ഫൈനലി അവരെല്ലാം പോകാനായിട്ട്. അതിനടുത്ത റീലും ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ അവളുടെ മേക്ക് ഓവർ പേജും റെൻ്റൽ പേജും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണം. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കൂ, എപ്പോഴെങ്കിലും ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾക്ക് ആവശ്യം വന്നാലോ. അപ്പോൾ എനിവേസ് അവരും പോകാൻ ഇറങ്ങി, ഞാനും ഇനി പോയി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.